ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കിട്ടുന്ന അമൃതം പൊടിയില്ല, അതുകൊണ്ട് ഒരു അടിപൊളി കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഞ്ചസാര എടുക്കട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്കായും 2 ഗ്രാമ്പും നമ്മളിതിലേക്ക് ഇട്ടിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 2 എഗ്ഗാണ് കേട്ടോ. അപ്പോൾ 2 എഗ്ഗ് നമ്മളിതിലേക്ക് ഇട്ടിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ പഞ്ചസാര പൊടിച്ചിക്കാണ്ടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയത്. ഞാൻ ഇപ്പോൾ ഈ എഗ്ഗ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ ഇട്ടത് പഞ്ചസാര പൊടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പഞ്ചസാര പൊടിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ഈ എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വാനില എസൻസാണ് കേട്ടോ. വാനില എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഏലക്കായും ഗ്രാമ്പും ഇടുകയാണെങ്കിൽ വാനില എസൻസിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ പാക്കറ്റത്ത് സൺഫ്ലവർ ഓയിൽ കുപ്പിയിലേക്ക് പാർന്ന് കേട്ടോ, കളഞ്ഞ് പോകണ്ടല്ലോ കരുതിക്കാണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും നമ്മൾ ഇതിലേക്ക് തുള്ളി പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ലേശം പാലാണ് കേട്ടോ. പാലിപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവുകൊണ്ട് ഒരു തുള്ളി ഇതിലേക്ക് പാർന്ന് നിൽക്കും കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വരട്ടോ. ബീറ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അരച്ചൊന്ന് നല്ലോണം അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഒരു ക്രീം പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ, ഒരു തരി ഇല്ലാതെ നമ്മൾ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ ഇതൊന്ന് പെർഫെക്റ്റായി നമുക്കൊന്ന് പൊന്തി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പോയി പ്രത്യേകം പറഞ്ഞത്. പിന്നെ ഈ അരച്ചത് നമ്മളൊരു ഭാഗത്ത് മാറ്റി വെച്ചിക്കാണ്ട് നമ്മളുടെ അമൃതപ്പൊടി എടുത്തുകാണ്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമൃതപ്പൊടിയിലാവട്ടെ ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ല നൈസ് പൊടി ആവണം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര പറ്റുന്ന അത്രയും നിങ്ങൾ അരിച്ചെടുക്കൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് നന്നായി ഒന്ന് പൊന്തി വരുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അരിച്ചപ്പോൾ കുറേ തരികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തരികൾ നമുക്കൊന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ തരികളൊക്കെ ഫുള്ളായിട്ട് പുറത്തേക്ക് കളഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് അപ്പസോഡയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മളതൊരു സ്പൂണിൽ തുള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ലേശം ഉപ്പാണ് കേട്ടോ. ഉപ്പ് എന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ മധുരമൊക്കെ ഒന്ന് പാകമായി വരാനാണ് കേട്ടോ. ഇത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്യുന്നതിന് പകരം ഒന്നുകൂടി അരിച്ചെടുത്തേക്കാണ് കേട്ടോ. എന്നാൽ നമുക്ക് പെർഫെക്റ്റായി കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മുട്ടൻ്റെ ഇതിലേക്ക് നമ്മളുടെ അമൃതപ്പൊടി ഇതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഓരോ ഭാഗമായിട്ടാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇട്ട് സെറ്റായി വന്നിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റായി ഇതേപോലെ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഒന്നുകൂടി നല്ലോണം ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളൊരു ഏത് പാത്രത്തേക്കാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കണം, ആ പാത്രത്തേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ നമ്മൾ ചുറ്റോറാക്കി കൊടുത്തുകാണ്ട് എന്നിട്ട് അമൃതപ്പൊടി നമ്മൾ ചുറ്റോരം കൊട്ടിക്കൊടുത്തുകാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾ നെയ്യും ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ അമൃതപ്പൊടി നമുക്കിതിലേക്ക് പാർന്ന് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മളിതിലേക്ക് ചുറ്റോറായി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു രസത്തിന് വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കേക്ക് തയ്യാറാക്കി എടുക്കുന്ന ഒരു പാത്രം വെച്ച് അതിൻ്റെ അടിയിൽ നമ്മളൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കേക്കിൻ്റെ പാർന്ന് വെച്ചിക്കാണ്ട് നമ്മൾ അടച്ച് വെച്ചിക്കാണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ആവിയിലൊക്കെ വെന്തൊരു 35 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എൻ്റെ 35 മിനിറ്റ് ആയപ്പോഴത്തേന് നല്ലോണം ആയി കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ കേക്കൊക്കെ നല്ല പെർഫെക്റ്റായി കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചത് കാണാനില്ല കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ കേക്കൊന്ന് പൊങ്ങി വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെ കിട്ടിയിരിക്കണം. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ കേക്കിൻ്റെ മാതിരി തന്നെയാണ്, അമൃതം പൊടിയാണെന്ന് ഒട്ടും പറയത്തില്ല കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്കൊന്നും അമൃതപ്പൊടി ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി, ഓൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ മേലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഞങ്ങളെ വീട്ടിലുള്ളൊരു ചോക്ലേറ്റ്
ഇതിൻ്റെ മേലൊന്ന് പാർന്നെടുത്തുക്കണം കേട്ടോ. ഞാൻ അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടാവില്ലല്ലോ കരുതിക്കാണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ ഈ വീഡിയോ. അപ്പോൾ ബായ്.